കഴിഞ്ഞ ദിവസം രണ്ടുപേരെ പട്ടിയെ പോലെ കഴുത്തിൽ ബെൽറ്റ് കെട്ടി നടത്തിച്ചു. ജോലിസ്ഥലത്ത് ടാർഗറ്റ് പൂർത്തിയായില്ല എന്ന പേരിൽ മനുഷ്യനെ പട്ടിക്ക് തുല്യം കണ്ടുകൊണ്ട് മനുഷ്യനെ പട്ടികളാക്കിക്കൊണ്ട് കഴുത്തിൽ ബെൽറ്റ് കെട്ടി പട്ടിയെ പോലെ 4 കാലിൽ നടത്തിച്ച ഒരു സംഭവം ഉണ്ടായി. ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ന് ആ നടത്തിച്ചവരും വലിച്ചോണ്ട് പോയവനും നടന്നവനും പട്ടിയെ പോലെ 4 കാലം നടന്നവന്റെ ഒരു വീഡിയോ ഇന്ന് വരികയുണ്ടായി. അതിനകത്ത് അവർ പറയുന്നത് അത് ഫേക്ക് വീഡിയോ ആയിരുന്നു, അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിരുന്നു. എന്തിനു ചെയ്യിപ്പിച്ചു, എന്തിനവരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു, അതിനുത്തരം പറയുന്നില്ല. അത് ഫേക്ക് വീഡിയോ ആണെന്നേ പറയുന്നുള്ളൂ. വീഡിയോ എടുത്തവനെ തെറി പറയുന്നേ, വീഡിയോ പ്രചരിപ്പിച്ചവനെ തെറി പറയുന്നത്. എന്തിനായിരുന്നു അത് ചെയ്തത് എന്ന് പറയുന്നില്ല. അപ്പം മാനേജ്മെന്റിന്റെ ഭീഷണിക്ക് മുമ്പിൽ ആ പാവങ്ങൾ വഴങ്ങിപ്പോയി. അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് വഴങ്ങിക്കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നതാണ്. നിങ്ങളെ ഒരിക്കലും കുറ്റം പറയുന്നില്ല, നിങ്ങൾക്കും ജീവിക്കണം. പക്ഷെങ്കിൽ ഇതുപോലത്തെ പാവങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, ഇതുപോലത്തെ പാവങ്ങളെ ദ്രോഹിച്ചുകൊണ്ട്, ഇതുപോലത്തെ നാറിയ മാനേജ്മെന്റുകളൊന്നും ഗുണം പഠിക്കാൻ പോകുന്നില്ല. നീയും നിന്റെ മക്കളും ഇതുപോലത്തെ പാവങ്ങളെ പിഴിഞ്ഞുണ്ടാക്കിയാൽ ഗതി പിടിക്കത്തില്ല, മുടിഞ്ഞു പോകത്ത് തന്നെ ഉള്ളൂ. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വേണം ഇതൊന്ന് സ്കിപ്പ് ചെയ്യാൻ, കേട്ടോ. ഹാഷിം എന്നാണ്. ഇപ്പൊ ഒരു വീഡിയോ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ആ വീഡിയോയിൽ ഇപ്പൊ പട്ടിനെ പോലെ നടക്കുന്ന ആളാണ് ഈ ജെറി എന്ന് പറഞ്ഞ വ്യക്തി. ആ വ്യക്തിനെ പിടിച്ചു കൊടുക്കുന്ന ബെൽറ്റ് പിടിക്കുന്ന ഒരാളാണ് ഞാൻ, ഹാഷിം എന്നാണ് എന്റെ പേര്. അപ്പോൾ ഈ സ്ഥാപനത്തിൽ വർക്കുന്ന സ്റ്റാഫാണ് ഞങ്ങൾ രണ്ടുപേരും എന്ന് പറയുകയാണെങ്കിൽ, ഈ വീഡിയോ ചെയ്യിപ്പിച്ചെന്ന് പറയുന്നത് മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ വീഡിയോ ചെയ്യിപ്പിച്ചത്. ഞങ്ങൾക്ക് അതിന്റെ പേരിൽ നല്ലൊരു വിഷമമുണ്ട്. നല്ലപോലെ തന്നെ ഞങ്ങൾക്ക് ഈ ഫേക്ക് ന്യൂസ് ഇത് പുറത്തുകൂടെ ഇറക്കിയതിൽ ഞങ്ങൾക്ക് നല്ലൊരു സങ്കടമുണ്ട്. ഞങ്ങളുടെ കുടുംബം കഴിക്കാൻ വേണ്ടി ഞങ്ങളോട് നിൽക്കുന്നതാണ്, ഞങ്ങളുടെ ഫാമിലിനെ സേഫ് ആക്കാൻ വേണ്ടി ഞങ്ങളോട് നിൽക്കുന്ന. അതിന്റെ പേരിൽ ഇതിപ്പോ ഈ ഫേക്ക് ന്യൂസ് എടുത്തിട്ട് ഞങ്ങളുടെ ഫാമിലി ആകെ ഫുൾ പ്രശ്നം വഹിക്കുന്ന ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പരാതി കൊടുക്കാനും എവിടെ പോയിട്ട് പരാതി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് സാറേ. ഞങ്ങൾക്ക് എവിടെ പോയിട്ട് പരാതി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എവിടെ ഏത് നിയമമായാലും ഏത് പോലീസ് ആയാലും ഞങ്ങൾക്ക് ഇവിടെ ടാർഗറ്റ് തയ്ക്കാത്തതിൽ ഞങ്ങൾക്ക് ഇതുവരെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല. ഞങ്ങളുടെ മുബൈൽ സാർ ഞങ്ങളുടെ മാനേജറോട് ഉള്ള ടൈമിൽ ഞങ്ങളെല്ലാം കറക്റ്റ് നല്ലപോലെ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ മനാഫ് എന്ന് പറയുന്ന ആ വ്യക്തി ഇവിടെ വന്നതോടെ, ഒരു മാനേജറായിട്ട് വന്നതോടെ ഞങ്ങളുടെ എല്ലാ സന്തോഷം ഇല്ലാതായി പോയി. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു പ്രശ്നം, സാലറി നല്ലപോലെ കിട്ടുന്നുണ്ട്, ഫുഡ് നല്ലപോലെ കഴിക്കാൻ കിട്ടുന്നുണ്ട്, നല്ലപോലെ വസ്ത്രം ഞങ്ങളെല്ലാം സ്വന്തമായിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ വെക്കുന്നതാണ്. അതിന്റെ ഇടയിൽ ഈ മനാഫ് ചെയ്ത ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ലൊരു ഇത് ഉണ്ട് ഞങ്ങൾക്ക് പറയാനില്ല. ഞങ്ങളുടെ ഫാമിലിക്ക്, ഞങ്ങളുടെ വീട്ടുകാർക്കായിക്കോട്ടെ, ഇതിൽ പങ്ക് എന്ന് പറയുന്ന മനാഫ് എന്ന ഒരു വ്യക്തി മാത്രം ഞങ്ങൾക്ക് ഇതിൽ ഇത്രയും നമ്മൾ എവിടെ വേണം ഞങ്ങൾ പറയാൻ ഞങ്ങൾ തയ്യാറാണ് സാറേ. പിന്നെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഞങ്ങളുടെ കമ്പനിയിലുള്ള ഇപ്പൊ നിൽക്കുന്ന മാനേജേഴ്സിന് ഒരു പങ്കുള്ള പടച്ചോനായിട്ട് ഞാൻ പറയുന്നത് ഈ മനാഫ് എന്ന് പറയുന്ന ഈ വ്യക്തിയാണ് ഈ ഒരു പണിഷ്മെന്റ് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ഇത് ഞങ്ങളുടെ നിൽക്കുന്ന മാനേജേഴ്സിനോ ഞങ്ങളുടെ ഇപ്പോഴുള്ള മാനേജേഴ്സിനോ ഒരു പ്രശ്നം, ഒരു പങ്ക് ഈ വീഡിയോ ഇറങ്ങുന്നതിന് മുന്നേ ഞങ്ങൾക്ക് ഇതുവരെ ഇതൊരു ബുദ്ധിമുട്ട് പോലും ഉണ്ടായിട്ടില്ല. ഈ പണിഷ്മെന്റ് മുൻപ് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു പണിഷ്മെന്റ് പോലും ഇതുവരെ ചെയ്തിട്ടില്ല. ഇതിപ്പോ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ഒരു വീഡിയോ ഫേക്ക് ന്യൂസ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ തകർക്കാൻ ഞങ്ങൾ നോക്കുന്നത് പറയാനാണ്.